എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഓട്സ് മുരിങ്ങയില പുട്ടാണ്. ഷുഗറും കൊളസ്ട്രോളും കുറക്കാനായിട്ട് ഇതുപോലൊരു ഒറ്റമൂലി വേറെ ഇല്ലെന്ന് തന്നെ പറയാം. എത്ര കടുത്ത കൊളസ്ട്രോളും ഒരാഴ്ച കൊണ്ട് നമ്മുടെ നിയന്ത്രണത്തിലാക്കാം. ഒരാഴ്ച കാലത്തോളം ഇതുപോലൊന്ന് തയ്യാറാക്കി കഴിച്ചാൽ മാത്രം മതിയാകും. അതുപോലെ തന്നെ തലമുടി വളർച്ചയ്ക്കും കണ്ണിന്റെ ആരോഗ്യത്തിനും നമ്മുടെ എല്ലുകളുടെ ബലത്തിനും എന്നുവേണ്ട നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷക മൂല്യങ്ങളും അടങ്ങിയിട്ടുള്ള ഈ ഒരു ഹെൽത്തി പുട്ട് എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനകരമാണ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 4 തണ്ടോളം മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുരിങ്ങയില നല്ലതുപോലെ ഒന്ന് കഴുകിയതിനു ശേഷം ഒരു ബൗളിലേക്ക് ഒന്ന് അടർത്തി മാറ്റാം. 4 തണ്ട് മുരിങ്ങയിലേക്ക് 2 കപ്പ് ഓട്സിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ്. നമ്മൾ ഇന്നിവിടെ 2 കണ പുട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് 2 കപ്പ് എന്ന അളവിലാണ് ഓട്സ് എടുത്തിട്ടുള്ളത്. ഇനി ഓട്സിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അരമുറി നാളികേരം തിരുമിയത് ചേർക്കാം. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് മുരിങ്ങയിലയും ഓട്സും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് നനവ് പോരാതെ ഉണ്ടെങ്കിൽ കൈവെള്ളം തളിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പിടിയും കൂടി ആക്കി നോക്കാം. നനവ് പോരെങ്കിൽ കൈവെള്ളം തളിച്ച് നമുക്കൊന്ന് നനച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ 10 മിനിറ്റിന് ശേഷം കുഴച്ചു വെച്ചിട്ടുള്ള പൊടി ഒന്നും കൂടെ വാരി നോക്കാം. ഈ ഒരു സമയത്ത് നനവ് പോരാതെ ഉണ്ടെങ്കിൽ കൈവെള്ളം തളിച്ച് കൊടുത്ത് വേണം നമുക്കിതുപോലെ ഒന്ന് കുറ്റിയിലേക്ക് വാരി നിറയ്ക്കാനായിട്ട്. കണയിലേക്ക് വാരി നിറച്ചു കൊടുക്കുമ്പോൾ കണ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷമായിരിക്കണം നിറച്ചു കൊടുക്കേണ്ടത്. ഇനി ആവി വരുന്ന പുട്ടുകുടത്തിലേക്ക് വെച്ച് കൊടുത്ത് നല്ല പോലെ ആവി വന്നു കഴിയുമ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് 1 മിനിറ്റ് നേരം മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്കാണ് കുത്തി മാറ്റേണ്ടത്. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില ഓട്സ് പുട്ട് ഇവിടെ റെഡിയാണ്. ഇതുപോലുള്ള അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതുവരെയും നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലൊരു ഹെൽത്തി പുട്ട് എല്ലാവരും തയ്യാറാക്കി കഴിക്കാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെയും ഓടിയെത്താം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാത്തിരിക്കുക.